ദുരന്തമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്. ദുർഘടം പിടിച്ച പാതയിലൂടെ വാഹനവുമായി പോയി തെരച്ചിൽ നടത്തിയ ഡ്രൈവർമാരും നിരവധിയാണ്. ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു JCB ഡ്രൈവറിനൊപ്പം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുരന്തമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് മനുഷ്യനെപ്പോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും ആവശ്യമായി വന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന നിരവധി പേരുണ്ട് ഇത്തരത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അതിലൊരാളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേട്ടാ, എന്ന് തൊട്ടായിരുന്നു ഇവിടെ എത്തിയത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രവർത്തനം? ചേട്ടാ, നമ്മളിവിടെ 31-ാം തീയതി രാവിലെ എത്തി. ഇത് നമ്മൾ എത്തുന്ന മുമ്പിൽ നമ്മൾ റൂമിൽ ഒന്ന് മേപ്പാടിയാണ്, മേപ്പാടിയിൽ നിന്ന് കുന്നംപറ്റ. അവിടെ ഒരു ഉരുള് പൊട്ടിയിട്ട് റോഡൊക്കെ ബ്ലോക്കായി. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു 6-7 മണിയാകുമ്പോൾ ഇവിടെ 31-ാം തീയതി വെളുപ്പിന് ഇവിടെ എത്തി. അപ്പോൾ എത്തി നോക്കുമ്പോൾ ഇവിടെ ചൂരൽമലയുടെ ഇങ്ങോട്ട് ആർക്കും കടക്കാൻ പറ്റില്ല. ഫുള്ള് പാളം എല്ലാം നശിപ്പിച്ചു പോയി. അപ്പം അവിടെ ആ സ്കൂളിൻ്റെ മുകളിലുള്ള റോഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒക്കെ അവിടെയൊക്കെ പോയി നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ആ 2 ദിവസത്തിൽ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് 17 ബോഡി കിട്ടി. 17 ബോഡി കിട്ടി. അപ്പോൾ ഇങ്ങനെ എത്ര വാഹനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ചേട്ടാ, ഇവിടെ JCB ഇറ്റാച്ചിയൊക്കെ കൂടിയിട്ട് ഒരു 65-70 വാഹനങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, അതായത് ചൂരൽമല വരെയല്ലേ വരാൻ പറ്റുമായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് മുണ്ടക്കയിലോട്ട് എത്തിയത്? ചേട്ടാ, നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഒരു വലി ഉണ്ടാക്കി പുളയക്കൂടി ഇക്കരക്ക് കയറിയതാ. വെള്ളത്തിന്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് കയറി വന്നത് വണ്ടിയും കൊണ്ട്. അപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ ഈ ചെളി ഇപ്പോൾ പുതഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ചേട്ടാ, ഒക്കെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ വന്ന അന്ന് രാവിലെ ഇവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാർ അവർ കരഞ്ഞ് വിളിക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ 5 പേര് പോയി, 6 പേര് പോയി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു തൊഴിലാളി പണിക്കാരനാണ്. ഞാനിവിടെ ഈ വണ്ടിയിൽ ഡ്രൈവറായിട്ടാണ് ഓടുന്നത്. അപ്പോൾ അവർ സംബന്ധിച്ചോളം അവർ കരയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരിക. ഇത് നമുക്കൊരു സംഭവം ഇതാണെങ്കിൽ ഈ നാട്ടുകാർ നമുക്ക് അങ്ങോട്ട് സപ്പോർട്ടിന് വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചിഹ്നം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ചളിയും ഇതൊന്നും നോക്കില്ല. ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേടി തോന്നില്ലേ? എനിക്ക് ആ വെള്ളത്തിന്റെ ഇടയിൽ കൂടി കയറിയപ്പോൾ എനിക്ക് പേടി തോന്നി. വെള്ളത്തിന്റെ സെന്റർ വണ്ടി ഇങ്ങോട്ട് കടത്തിയപ്പോൾ. എന്നാലും നമ്മൾ ഇവിടുത്തെ ആൾക്കാരനെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറി കിട്ടി. എന്നിട്ട് ഞാൻ പുളേന്റെ ഇക്കരക്ക് കയറ്റി മുണ്ടക്കൈക്കിൽ വണ്ടി കൊണ്ടുവന്നു. ആദ്യമായിട്ടൊന്നും ഭക്ഷണവും വെള്ളമൊന്നും മുകളിലോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ അങ്ങനെ വിശന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നതല്ലേ? ആ ഫസ്റ്റ് ദിവസം മാത്രമേ നമുക്ക് കുറച്ച് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2ാമത്തെ 3ാമത്തെ ദിവസമൊന്നും പ്രശ്നമില്ല. അത് എവിടെ എല്ലാ 65-70 വണ്ടിയോളം ഉണ്ട്. ഭക്ഷണം എവിടെയൊക്കെ എത്തണോ എല്ലാ ഈ ഫയർഫോഴ്സും പോലീസുകാരും ബാക്കിയുള്ള എവിടെ നിന്ന് വരുന്ന ചേട്ടായിമാരും കുറേ പേര് സഹായിക്കുന്നുണ്ട്. അവർ നമുക്ക് എത്തിച്ചു തരും. ഈ ഓരോരുത്തരെയും കിട്ടുമ്പോൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അവരൊന്ന് ജീവനോട് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോന്നലില്ല? ചേട്ടാ, അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ലേശം എന്തെങ്കിലും അതിൽ ഇപ്പോൾ ഇവിടെ ഒരു ജീവൻ എന്തെങ്കിലും നമ്മൾ കണ്ട പിന്നെ നമ്മളതിൽ വണ്ടി തൊടുന്നില്ല. നമ്മുടെ ഒരു വണ്ടി കൂടെ 10 ആൾ 12 ആൾ ഉണ്ടാവും. പിന്നെ അവരാണ് കൈക്കോട്ടും മറ്റേത് ഇതൊക്കെ വെച്ചിട്ട് മാറ്റി പുറത്തോട്ട് എടുക്കുന്നത്. അപ്പം നമ്മളെ വിചാരിക്കുക എന്താണെന്നറിയാം, നമ്മൾ ഇങ്ങനെ കിട്ടിയത് നമുക്ക് ജീവനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അതിൻ്റെ വേദനയില്ല ചേട്ടാ നമുക്ക്. ഈ പാറകളൊക്കെ മാറ്റാൻ പറ്റാത്ത തരത്തിലോട്ട് ഈ ഒഴുകിയെത്തിയിട്ടില്ലേ പാറകളൊക്കെ വലിയ? ചേട്ടാ, അവിടെയൊക്കെ ഒഴുകിയെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ JCB കൊണ്ട് നമുക്ക് അത്ര ചളിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. അതിന് മറ്റേ 220, 210, 140, 80 പിന്നെ I20 ഇങ്ങനത്തെ ഇറ്റാച്ചി ഉണ്ട്. ആ വണ്ടി അങ്ങോട്ട് കയറി പോകും. ഇതിന് കേടുപാടുകളൊക്കെ നിരവധി വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ വണ്ടിക്ക്. ചേട്ടാ, ഇപ്പോൾ ഇത് നോക്കിയാൽ എനിക്ക് 4 പ്രാവശ്യം ഓസ് പൊട്ടിയതാണ്. ഒരു പ്രാവശ്യം ഹൈഡ്രോളിക്കിന്റെ പമ്പ് ഓസ് പൊട്ടി, പിന്നെ ഒരു പ്രാവശ്യം ഡീസലിന്റെ പമ്പ് ഓസ് പൊട്ടി. ഇങ്ങനെ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നവരെ രക്ഷിക്കണം. നമുക്ക് അതൊന്നും പ്രശ്നമില്ല. നമ്മൾ അതൊക്കെ മാറ്റി നമ്മൾ റെഡിയാക്കി തന്നെ. നമ്മളിവിടെ ഓസ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ കൺട്രോൾ റൂമിലുള്ള ഫയർഫോഴ്സിൻ്റെ അവിടെ പോയാൽ അവർ നമ്മളെ കൽപ്പറ്റ കൊണ്ടുപോയി നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അവർ ആക്കിത്തരും. അവരുടെ വണ്ടി തന്നെയാണ്. നമ്മൾ ഓസ് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ട് ഫിറ്റാക്കിയിട്ട് പിന്നെ ഇതിനെ തന്നെ ഓടും. എന്തായാലും അന്ന് തുടങ്ങിയത് ഒന്നും അവസാനിപ്പിച്ചില്ല, ഇനിയും തുടരും. അന്ന് വന്നിട്ട് 31-ാം തീയതി വന്നതാ. ഇന്നിട്ട് നോക്കുമ്പോൾ 12 ദിവസമായി. നമ്മൾ 12 ദിവസം ഇവിടെ തന്നെയാണ് പണി. ഇനി എത്ര ദിവസം തുടർന്നും നമുക്കറിയില്ല. പക്ഷെ എത്ര ദിവസം തുടർന്നാലും അത്ര ദിവസം നമ്മളിവിടെ
പണിയെടുക്കും. തീർച്ചയായും അത് തന്നെയാണ് നമ്മോട് സംസാരിച്ചത്. അട്ടപ്പാടി സ്വദേശിയാണ് സെൽവരാജ് ചേട്ടൻ. ചേട്ടൻ മേപ്പാടിയിലാണ് ഈ ജോലി എടുക്കുന്നത്. ഈ വാർത്തയറിഞ്ഞ്, ഈ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയതാണ്. ഇത്രയും ദിവസമായി ഇവർ സജീവമായി ഈ ഒരു തിരച്ചിലിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മനുഷ്യർ തന്നെയാണ് നമുക്ക് ആത്മവിശ്വാസവും നൽകുന്നത്.